ആശാസ് ഉത്മനവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് ഞാനിന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു ഊണാണ്. ഒരുപാട് ഹെവി ആയിട്ടൊന്നുമില്ല, നാടൻ രീതിയിലുള്ള കുറച്ച് കറികളൊക്കെ കൂടിയുള്ള ഒരു കുഞ്ഞു ഊണാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നും കുക്കറിൽ ചോറിന് വയ്ക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ ചോറ് റെഡിയാവും. പിന്നെ കുറച്ച് അമരയ്ക്കയും സവോളയായിട്ട് എടുത്തിട്ട് ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിലേക്ക് കടുക് തളിക്കാനായിട്ട് ഞാനത് വെളിച്ചെണ്ണയിൽ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ അമരയ്ക്കയോടെ ചേർത്ത് കൊടുക്കാം. അമരയ്ക്ക നീളത്തിൽ കീറിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ അതാണ് കേട്ടോ ടേസ്റ്റ്. കുറച്ച് തിരക്കായതുകൊണ്ടാണ് ത്രികോണവും ചതുരവും പല സൈസിലുള്ള ഷേപ്പ് ഇപ്പോൾ ഇതിൽ കാണാം. അപ്പോൾ ഇനി ഇതിലേക്ക് സവോള ചേർക്കുകയാണ്. വലിയ 2 സവോളയാണ് കേട്ടോ നീളത്തിൽ എരിഞ്ഞെടുത്തിരിക്കുന്നത്. അമരയ്ക്ക തോരന് സവോള കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അമരയ്ക്കയുടെ ഒരു കയ്പ്പ് രസമൊക്കെ കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സവോള കൂടുതൽ ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിലേക്ക് ഉപ്പും 1-2 പച്ചമുളകും നുറുക്കിയതും കൂടെ ചേർത്തിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിലുണ്ടായിരുന്ന ചോറിൽ ഒരു വിസിലേക്ക് ഇട്ടു. ഏറൊക്കെ പോയി കഴിഞ്ഞ് ഞാനിത് തുറന്നിരിക്കുകയാണ്. നല്ല പയറ് മണി പോലത്തെ ചോറാണ് കേട്ടോ. ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളമോ പച്ചവെള്ളമോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് ഒരു തിളയും കൂടെ തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ കോരിയൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വെറുതെ എടുത്ത് ഈ ഒരു വാർപ്പിലേക്ക് അങ്ങ് കമത്തുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളിത് ഊറ്റുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി ആവി പറക്കുന്ന സമയത്തായിരിക്കും നമ്മളിത് ഊറ്റേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ള ആ ഒരു ഈർപ്പമല്ല, ചോറിൽ പറ്റിയിരിക്കുന്ന ഈർപ്പമെല്ലാം ഇങ്ങനെ ആവിയായിട്ട് പോകും. അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ചോറ് കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാനിത് തോരനൊരു അര വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനുള്ള തേങ്ങാക്കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, അതേ കണക്ക് തന്നെ 2-3 അല്ലി ചുവന്നുള്ളി, പിന്നെ കുറച്ച് ഗരം മസാല. അപ്പോൾ ഇത്രയാണ് ഞാനിതിലേക്ക് അരയ്ക്കാൻ ചേർക്കുന്നത്. ഇതിൽ ഞാൻ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതുപോലെ മല്ലിപ്പൊടി ചേർത്തു, ഗരം മസാല ചേർത്തു. ഇതൊക്കെ വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രമേ ചേർക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചതച്ച അരപ്പ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റൊക്കെ നോക്കുക. അപ്പോൾ ഉപ്പോ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് അമരയ്ക്ക തോരൻ റെഡി ആയിരിക്കും. ഇഷ്ടമല്ല എന്ന് പറയുന്ന എല്ലാവരും ഈ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതിനുള്ള തെളിവ് എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ട് എളുപ്പത്തിലൊരു ഒഴിച്ചറിയാണ്. ഞാനിവിടെ 1 ബൗൾ ചെറുപയറൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നുറുങ്ങി വന്നാൽ മതി കേട്ടോ. അതിനുശേഷം ഒരു പരന്ന പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വീശി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു തൊണ്ട്, അതായത് ഇതിൻ്റെ തോടെല്ലാം തന്നെ ഒരു സൈഡിലേക്ക് വരും. കണ്ടില്ല, ഇതുപോലെ വരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വീശുന്നതിനെ പാറ്റുക എന്നാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ഒതുക്കിയതിന് ശേഷം താഴേക്ക് ഇങ്ങനെ കൊട്ടിക്കളഞ്ഞാൽ മതി. ഇതേ കണക്ക് 2-3 തവണ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ഇരിക്കുന്ന തോടെല്ലാം തന്നെ പുറത്തേക്ക് പോകും. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത സമയത്ത് ഇതുപോലെ നുറുങ്ങി വരാത്ത പയറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പുറം തോടെല്ലാം ഉണ്ടാവും. അതിനെ വീണ്ടും ജാറിലേക്ക് എടുത്തിട്ട് ഒന്ന് പ്ലസ് ചെയ്തെടുക്കുക. അങ്ങനെ വീണ്ടും കൊട്ടിയിട്ട് അതിൻ്റെ ഒരു തോടെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു തവണ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനിത് കുക്കറിലേക്ക് എടുക്കുകയാണ്. കുക്കറിലല്ലാതെയും വേവിക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ വിസിൽ കേൾക്കുന്ന സമയത്ത് വെള്ളമെല്ലാം വിസിലിൽ കൂടെ പുറത്തേക്ക് ചാടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണക്കിന് കണ്ടില്ലേ, ഇത്രയും വെള്ളം മതിയാവും. എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഇത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ് 4 വിസിൽ കേൾപ്പിക്കുന്നത്. പതിയെ തുറന്നാൽ മതി എന്നുള്ളവർക്ക് 2 വിസിലേക്ക് മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുകയാണ്. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, 3-4 അല്ലി ചുവന്നുള്ളി, അതേ കണക്ക് തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് ചേർക്കുകയാണ്. അത് വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒരുപാടായി കഴിഞ്ഞാൽ കറി ഒരുപാട് മഞ്ഞ കളറിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. 4 വിസിൽ കേൾപ്പിച്ച് വെച്ചിരുന്ന ചെറുപയർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റ് വെള്ളമായിരുന്നു. ഇതിങ്ങനെ അമർത്തി നോക്കുമ്പോൾ നല്ല ഒരു വെണ്ണ പോലെ ആവണം, നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നാലും ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഈ ഒരു കണക്കിനുള്ള കൺസിസ്റ്റൻസിക്കുള്ള നമ്മൾ മസാലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം കൂടിപ്പോവാതെ നോക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പൊടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തു.
കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കറി പുറത്ത് വെച്ചിരുന്നാലും പെട്ടെന്നൊന്നും പുളിച്ചു പോകാണ്ടിരിക്കും. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു തിള വരുന്നതിന് മുൻപ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിച്ച് തന്നെ പോവും. അതുകൊണ്ട് തിളയ്ക്കാൻ വിടാണ്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. കറിയൊക്കെ നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ അതിന് ഒരു താളിപ്പൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്താലും മതിയാവും. വീട്ടിൽ നോൺ വെജ് ഇല്ലെങ്കിൽ കഴിക്കാൻ എല്ലാവർക്കും വലിയ മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചിക്കൻ കറി ഇവിടെ വേഗത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതിലേക്ക് കയ്യിലുള്ളതുപോലെ ഹോൾ മസാലാസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക അതൊക്കെ ഇടാം. അതിനുശേഷം കുറച്ച് സവോളയും ഉപ്പുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ലേശം ചിക്കൻ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഏകദേശം 3/4 കിലോളം വരും. അത് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത മസാലയുടെ റോ മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും പച്ചമുളകും വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയാവും. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തുകൊണ്ട് എടുക്കാം. അതിനുശേഷം നമ്മളിത് സെർവ് ചെയ്യാം. നമ്മൾ ചൂടോടുകൂടി അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും പറയുക. ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. താങ്ക്